ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുക്കറിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ ആർക്കും ഇത് തയ്യാറാക്കാവുന്നതാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എഗ് ബിരിയാണിയാണ് ഇത്. അപ്പോൾ നമുക്ക് ഈ എഗ് ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 2 കഷ്ണം പട്ട, 4 ഗ്രാമ്പൂ, 4 ഏലക്ക, തക്കോലം, കുറച്ച് കസ്കസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 6 വെളുത്തുള്ളി, 4 പച്ചമുളക്, 2 കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അരമണിക്കൂർ ജീരകശാല റൈസ് കുതിർത്തി ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു കുക്കറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ബിരിയാണി റെഡിയാക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലിലോ അല്ലെങ്കിൽ നെയ്യും ഓയിലും കൂടി ഒഴിച്ചിട്ടോ തയ്യാറാക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പട്ട, ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിവിടെ ഒരു 3 സവാള ചെറുതാക്കി കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സവാള ഒന്ന് വഴണ്ട് വരണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിയില, കുറച്ച് പുതിനയുടെ ഇല ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ബിരിയാണി മസാല പൗഡർ, ബിരിയാണി മസാലയ്ക്ക് പകരം ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ ഒരു 4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലയൊക്കെ ഈ മുട്ടയിൽ കയറുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ മുട്ടയിൽ നന്നായിട്ടൊന്ന് പുരണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ 5.25 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 3.5 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അതിന് ഒരു കപ്പിന് 1.5 കപ്പ് എന്നുള്ള നിലയ്ക്ക് 5.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഊറ്റി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചൊന്ന് മുന്തി നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. മസാലയിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമ്മൾ ഈ എഗ്ഗ് ബിരിയാണിക്ക് പഞ്ചസാര ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ റൈസ് ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് വിസിൽ ഇടാണ്ട് മൂടി വെക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തീയാക്കിയിട്ട് ഒരു 7 തൊട്ട് 9 മിനിറ്റ് വരെ നമുക്ക്
നമുക്കിത് സ്റ്റീം കയറ്റിയെടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് സ്റ്റീം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വിസിലിടാണ്ട് ഒരു 7 മിനിറ്റ് അല്ലെങ്കിൽ 7 തൊട്ട് 9 മിനിറ്റ് ഒന്ന് ആവി കയറ്റാം. അതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഇത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒരു 9 മിനിറ്റാണ് ആവി കയറ്റിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ എഗ്ഗ് ബിരിയാണി ഇവിടെ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒട്ടും കുഴയാണ്ട് നല്ല രീതിക്ക് തന്നെ നമ്മുടെ ബിരിയാണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഫോർക്ക് വെച്ചിട്ട് പതുക്കെ റൈസ് ഒന്ന് മുകളിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള കുക്കർ എഗ്ഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുക്കർ തുറന്ന് നോക്കണ സമയത്ത് റൈസ് ഒന്നും കൂടി വേവണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി. തീയൊന്നും കത്തിക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കുക്കർ എഗ്ഗ് ബിരിയാണി. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.